ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പിസ്ത വെച്ചിട്ടുള്ളൊരു ആർട്ടാണ്. സോ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പിസ്ത കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചത് എങ്ങനത്തെ സാധനമാണെന്ന്. ഇതേപോലത്തെ കുറച്ച് സാധനങ്ങളുണ്ടാവും. അതിൻ്റെ ആ തൊണ്ടുണ്ടാവുമേ, അത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതേപോലെ. അപ്പം ഞാൻ പറയാൻ വന്നത് സോപ്പിട്ട് കഴുകണം. നിങ്ങൾ സോപ്പിട്ട് കഴുകിയാൽ അതിൻ്റെ ഒരു ടെക്സ്ചറി ഫീല് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ് ഫീല് കിട്ടും. അപ്പോൾ നേരത്തെ ഞാൻ കഴുകി വെച്ചു. നേരത്തെ ഞാനൊരു കഴുകണതിൻ്റെയും എല്ലാത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ കഴുകണമൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിസ്തയൊക്കെ ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ഉണക്കാൻ നോക്കാം കേട്ടോ. അതിലെ വെള്ളമൊക്കെ ഇത് വലിച്ചെടുക്കണം, എന്നാലേ ഒരു ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടച്ചെടുക്കാം കേട്ടോ, ഓപ്ഷണലാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഈ വീഡിയോ പാട്ടായിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. സോ ഫസ്റ്റ് പാട്ടാണ് ഇത്. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഒന്ന് വാ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇത്രയാണ്. പിസ്ത ഷെൽസ് അതെനിക്കറിയാമല്ലോ. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യൂടെക്സുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെയിൽ പോളിഷും വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ട് കേട്ടോ. പിന്നെ കയ്യിൽ ഈ നെയിൽ പോളിഷ് ആവാതിരിക്കാനായിട്ട് ഒരു കൈ ബാലൻസ് ചെയ്യണമല്ലോ അടിക്കുമ്പോൾ, ഇതിനായിട്ട് ഈ സാധനം ഈ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടും വന്നേ. നമ്മുടെ അമ്മമ്മയുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ പശയാണ്, പശ നമുക്ക് ഒട്ടിക്കാനായിട്ട്. പിന്നെ ഞാനൊരു ബുക്ക്, ഒരു സ്കെച്ച് ബുക്കിൻ്റെ പേപ്പറാണ്, നല്ല സ്ട്രോങ് പേപ്പറാണ്. അപ്പോൾ ആ ഒരു ബുക്കിൻ്റെ ഒരു പേപ്പർ. പിന്നെ ഇത് എനിക്ക് വെച്ച് ചെയ്യാനായിട്ടുള്ളൊരു വേസ്റ്റ് പേപ്പർ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ ഇപ്പം തന്നെ 3 മിനിറ്റ് ആവും. അപ്പം ബൈ, ഇനി അടുത്ത പാർട്ടി കാണാവേ.